ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. പീച്ചുമരങ്ങൾ വിൽക്കുവാൻ ഒരു നഴ്സറി ഉടമ വിവിധങ്ങളായ മാർഗങ്ങൾ തേടി. നല്ല ഭംഗിയുള്ള കവറുകളിൽ പീച്ചിൻ്റെ തൈകൾ മനോഹരമായി അയാൾ പ്രദർശിപ്പിച്ചു. പീച്ചുമരങ്ങളുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വർണ്ണാഭമായ കാറ്റലോഗ് ഉണ്ടാക്കി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. പിന്നീട് അയാൾ തിരിച്ചറിഞ്ഞു, പീച്ചുമരങ്ങളുടെ ഫലങ്ങൾ തന്നെയാണ് അതിൻ്റെ പരസ്യമെന്ന്. മങ്ങിയ ഓറഞ്ച് നിറമുള്ള തൊലിയോട് കൂടിയ നല്ല മധുരമുള്ള മണമുള്ള അതിൻ്റെ ഫലം. അയാൾ പീച്ചിൻ്റെ നല്ല പഴുത്ത ഫലങ്ങൾ പറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഓരോ കഷ്ണം കൊടുക്കുവാൻ തുടങ്ങി. ഇത് കഴിച്ച് അത് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയും ഇതിൻ്റെ തൈകൾ വാങ്ങിക്കൊണ്ടു പോകുവാനായിട്ടും തുടങ്ങി. ദൈവം തൻ്റെ അനുയായികളിൽ ഉളവാകുന്ന ആത്മീയ ഫലങ്ങളിൽ കൂടി സ്വയം വെളിപ്പെടുന്നു. യേശുവിലുള്ള വിശ്വാസികൾ പുറപ്പെടുവിക്കേണ്ട ആത്മീയ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഗലാത്യർ 5-ാം 22-23 തിരുവചനങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. നമ്മൾ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ളവരും ഇത് ആഗ്രഹിക്കും എന്ന് മാത്രമല്ല, ഈ ഫലങ്ങളുടെ ഉറവിടം ഏതാണ് എന്ന് തേടുകയും ചെയ്യും. മരത്തിൻ്റെ പച്ച ഇലകൾക്കിടയിൽ നിൽക്കുന്ന ശോഭയുള്ള പീച്ചുകൾ പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മെയും ശോഭിപ്പിക്കട്ടെ. അനേകർ ആ ശോഭയുള്ള ഫലങ്ങളിൽ ആകൃഷ്ടരായി ദൈവത്തെ അന്വേഷിക്കുവാനും ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.